കല്യാണപ്പെണ്ണ് സൂപ്പർ ആയിട്ടില്ലേ? കല്യാണപ്പെണ്ണ് സൂപ്പർ ആയിട്ടില്ലേ? വെൽക്കം ടു സോനു നികേഷ് വ്ളോഗ്. സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഷ്നയുടെയും ജിബിന്റെയും മാരേജിന്റെ പാർട്ട് 2 ആണ്. അപ്പം ഞങ്ങള് വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും സോനുവും അച്ചായി അമ്മച്ചിയും ഒക്കെ ഉണ്ട്. അതിൽ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പോവുകയാണ്, കാരണം ഞങ്ങൾ വീട്ടിലേക്കാണ് പോണത്. അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങളും കാണാൻ ആകാംക്ഷയായിട്ട് നിൽക്കുകയല്ലേ? കല്യാണ പെണ്ണൊക്കെ പാർട്ട് 1 കണ്ടില്ലേ? അപ്പൊ നമുക്കിന്ന് കല്യാണ ഡ്രസ്സിലും കല്യാണ ചടങ്ങും ഒക്കെ കാണാം. സോനു, അപ്പൊ അവിടെ എത്തിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം. പിന്നെ അച്ചായമ്മച്ചയൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്, അവരെ കാണാം അല്ലേ? അതെ, ഞങ്ങള് കല്യാണത്തിന് ഇറങ്ങുകയാണ്. അച്ചായി അമ്മച്ചിയും മണ്ഡപത്തിലേക്കാണ് വരുന്നത്. ഞാനും സോനും വീട്ടിലേക്ക് പോണു. അമ്മച്ചി വിൽക്കുന്നതിന്റെ അച്ചായി വിൽക്കുന്നതിന്റെ അമ്മച്ചി ഇത് ജിനിയാറ്റി തന്നാണ് സാരി. എല്ലാവർക്കും ഒരേപോലത്തെ സാരി കൊടുത്തതെന്നൊക്കെ പറഞ്ഞു അമ്മച്ചി. അപ്പൊ അച്ചായി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പൊ അവിടെ എത്തിയിട്ട് കാണാം എല്ലാവർക്കും കല്യാണത്തിന്റെ അവിടെ. ഇനി നമുക്ക് കല്യാണത്തിന്റെ വീട്ടിൽ വെച്ച് കാണാം. ശരി. പുകഴ്ത്തുന്നു ഭഗവാനെ, ജയിക്കുക ജയിക്കുക മഹാദേവ. ഇവിടെ കല്യാണപ്പെണ്ണ് സൂപ്പർ ആയിട്ടില്ലേ? കല്യാണപ്പെണ്ണ് സൂപ്പർ ആയിട്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. അതെ, ചെറുതായിട്ട് ടെൻഷനാ, ഒരു കുഴപ്പമില്ല. രാജകുമാരി പോലെ ആയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഒരു കൂടിപ്പോയിട്ടില്ല, എല്ലാം കറക്റ്റാണ്. നമ്മൾ മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് അല്ലേ? നമ്മൾ പോവല്ലേ? അവിടെ എത്തിയിട്ട് നമുക്ക് ആഷ്നയുടെ ചെക്കനെ നമുക്ക് കാണാം, ചടങ്ങുകളും എല്ലാം കാണാം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ടെൻഷനൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ശരി.
അങ്ങനെ വീട്ടിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി. ഞങ്ങൾ കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്ക് പോവാണ്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? അതെ, പുറത്തൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പോവാണ്, മണ്ഡപത്തിലെത്തിയിട്ട് കാണാം. संवत्सरे एकविंशति पुरोत्तारणायन वरस्य पितृऋणमोचनार्थं कन्यकादानं करिष्ये।
സ്വഭാവസംയുക്ത ദാസ്യാമി നിത്യം ബ്രഹ്മലോക ചികിത്സയ വിശ്വംഭര സർവഭൂത സാക്ഷിണ്യ സർവദേവത ഇമാം കന്യാം പ്രദസ്യാമി പിതൃനാം നാരായണ.
ഞങ്ങള് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അച്ചായ അമ്മച്ചൊക്കെ തിരക്കിൽ വേറെ ഏതോ ഭാഗത്ത് പോയി അപ്പുറത്തെ സൈഡിലായി സൈഡിലായി. അപ്പൊ ഞങ്ങള് കഴിക്കുകയാണ്. നീ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കൂടി എല്ലാവരുമായിട്ടും സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമ്മള് ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഇറങ്ങുകയാണ്. അതെ, ഇവിടെ ഇനി പരിപാടി ഉണ്ട്. ചെറുക്കൻ്റെ വീട് കോതമംഗലം ആ ഭാഗത്താണ്. അപ്പൊ അവിടെ ചെന്നിട്ടും റിസപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ അതിന് പോകുന്നില്ല. അത് ഒത്തിരി സമയമാവും തിരിച്ചു വരുമ്പോ ഒക്കെ. അപ്പൊ നമ്മള് അതിന് പോണില്ല. പക്ഷെ ഇത് തന്നെ ഭയങ്കര മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. നമ്മള് രോഹിണിയുടെ അമ്മേനെയൊക്കെ കണ്ടു, കുറേ നേരം സംസാരിച്ചു, ഒരുപാട് റിലേറ്റീവ്സിനെ കണ്ടു. അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? അവിടെ എത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പോണ വഴിക്ക് കരിക്ക് കണ്ടപ്പോ സോനുവിന് ഒരു പൂതി കരിക്ക് കുടിക്കണം. പായസമൊക്കെ കുടിച്ച് ആകെ മത്ത് പിടിച്ചു. അതുകൊണ്ട് അപ്പൊ കരിക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. കരിക്ക് കുടിക്കട്ടെ ലാസ്യം കുടിച്ചോ എനിക്ക് വന്നിട്ടുണ്ട്. കുടിച്ചോട്ടോ. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഫ്ലാറ്റില് തിരിച്ചെത്തിയിരിക്കുകയാണ്. വളരെ നല്ല സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായി. ആഷ്ന ജിബിൻ വിവാഹത്തില് ഭയങ്കര സന്തോഷം ഉണ്ടായി ഞങ്ങൾക്ക്. ഞങ്ങളായി തന്നെ അംഗീകരിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന കുറെ ആൾക്കാരുടെ ഇടയില് അല്ലെ സോനു? ഒത്തിരി സന്തോഷം ഉണ്ടായി. സോനുവിന് എന്താ തോന്നി? അതെ, നമ്മള് ദക്ഷിണ കൊടുക്കണേ അതൊക്കെ കണ്ടില്ലായിരുന്നു. അതെ, ദക്ഷിണ കൊടുക്കലും പിന്നെ കുറെ പേര് വീഡിയോ കാണുന്നവരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ എന്റെ ചെറുപ്പത്തില് 35 വർഷമൊക്കെ മുമ്പ് പരിചയമുള്ള ബന്ധുക്കളെ അവരെയൊക്കെ കണ്ടു. ഞാൻ അവരെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്നെ എടുത്തോണ്ട് കിടന്നത്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ എന്താ ഓർക്കണ്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഇത്ര 35 വർഷമായില്ലേ, അപ്പൊ എനിക്ക് ഓർമ്മ വന്നില്ല. അപ്പൊ ഇങ്ങനെ ബന്ധുക്കളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഉള്ളവരെല്ലാവരും ഞങ്ങളെ ഭയങ്കര എന്താ പറയാ സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങളോട് സംസാരിച്ചതും ഇടപഴകിയതും ഒക്കെ. കല്യാണ ഇതിൽ വന്നിട്ടുള്ള എല്ലാവരും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എല്ലാവരും ഞങ്ങളോട് ഒരു മനുഷ്യരെന്നുള്ള രീതിയിൽ കണ്ട് ആ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് കാണിക്കേണ്ട ബേസിക് മര്യാദകൾ കാണിച്ചുകൊണ്ടുള്ള മനുഷ്യരായിരുന്നു അവിടെ എല്ലാവരും. ആ കല്യാണ വീട്ടിൽ വന്ന എല്ലാവരും അത് എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ബന്ധുക്കളും സോനുവിന്റെ ബന്ധുക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും കാണുന്നുണ്ടാവും. എല്ലാവരും നിങ്ങൾക്ക് ചിലപ്പോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ മാരേജ് ചിലപ്പോ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഏതൊരു മനുഷ്യനോടും കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട്. അത് ഇവിടെ എല്ലാവരും കാണിച്ചിരിക്കുന്നു, ഞങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. അത് കാണിക്കാത്തവര് തീർച്ചയായിട്ടും കാണിക്കണം അല്ലെ സോനു? ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഏജ്, കാസ്റ്റ്, റിലീജിയൻ, കളർ, നമ്മള് മനുഷ്യരാണ്. ആഫ്റ്റർ ഓൾ എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ ആ മനുഷ്യരോട് കാണിക്കേണ്ട മിനിമം മര്യാദ എല്ലാവരും കാണിക്കണം. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്, വളരെ ഹാപ്പിയാണ്. കാരണം ഈ ബന്ധുക്കളെല്ലാവരും ഇപ്പൊ ജിനി ആന്റി, ഷിബു ചാച്ചൻ എല്ലാവരും, നമ്മുടെ ആഷ്നയുടെ ബ്രദറ് കണ്ണൻ, ആകാശ്, അത് കഴിഞ്ഞ് ജിബിൻ, എല്ലാവരും നമ്മളെ ചേർത്ത് നിർത്തി. ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുക ഞാനൊക്കെ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മനുവിന്റെ കല്യാണത്തിനാണ് ഞാനും സോനു ഒരുമിച്ച് ഒരു മാരേജിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ദൈവമേ എങ്ങനെയാ ആൾക്കാര് നമ്മളെ കാണുക, എങ്ങനെയാ അല്ലെ? സോനുവിന് ഉണ്ടായിരുന്നു ധാരാളം. പക്ഷെ അവിടെ ഇതുപോലെ ഒത്തിരി ആൾക്കാർ നമ്മളെ ഭയങ്കര സ്നേഹത്തോടെ ചേർത്ത് നിർത്തി. ഇവിടെ അതെ, നമ്മള് ആഷ്നയുടെ കല്യാണത്തിന് അതെ എല്ലാവരും നമ്മളെ ചേർത്ത് നിർത്തി. ഒരുപാട് സന്തോഷം. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ സൊസൈറ്റി ഒത്തിരി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇനിയും ഒത്തിരി മാറട്ടെ. ഒരുപാട് ആൾക്കാർക്ക് അല്ലേ ഇത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. മാത്രമല്ല ഇത് പറഞ്ഞു നിർത്തുന്നത് ആഷ്നയ്ക്കും ജിബിനിയും
അതെ. ഒരു ഹാപ്പി മാരീഡ് ലൈഫ്, ഒരു ഹാപ്പി മാരീഡ് ലൈഫ്, നല്ലൊരു വിവാഹ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാ സന്തോഷവും ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞാനും സോനും. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയല്ലേ? അതെ, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങൾ ഇനി അടുത്തൊരു മണ്ടം വീഡിയോ ആയിട്ട് യമണ്ടം വീഡിയോ ആയിട്ട് വരാം അടുത്തന്നെ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഷ്നയുടെയും ജിബിന്റെയും വിവാഹ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി എന്താ സോനും പറയാനുള്ളത്? നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.